Dear students, so we were discussing the electromagnetic spectrum. As you know, electromagnetic spectrum, it is an ordered arrangement of the different wavelengths or frequency of the electromagnetic waves. And as a total, its frequency varies from 3 into 10 raised to 7 hertz to 3 into 10 raised to 10 hertz. And depending upon the frequency, they are divided into different regions. And the first region is the radio frequency region, which is of having a frequency of 3 into 10 raised to 7 to 3 into 10 raised to 10 hertz, and corresponding wavelength is 10 meter to 1 centimeter wavelength. And this usually nuclear magnetic resonance and electron spin resonance occur at this frequency region, and what these two represents that we can see in the next session. Then this nuclear magnetic resonance occur at the lower part of the radio frequency region, അതായത് around 100 megahertz റേഞ്ചിലാണ് NMR കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫ്രീക്വൻസി റീജിയൻ വരുന്നത്, റേഡിയോ ഫ്രീക്വൻസി റീജിയൻ. ഇലക്ട്രോൺ സ്പിൻ റെസൊണൻസ് വരുന്നത് 10⁻10 ഹേർട്സിൻ്റെ റേഞ്ചിൽ വരുമ്പോഴാണ്. സോ ലോവർ എൻഡിൽ NMRും ഹയർ എൻഡിൽ റേഡിയോ ഫ്രീക്വൻസിയുടേത് വരുന്നത് ESRും ആണ്. ഈ 3 into 10 raised to 7 to 3 into 10 raised to 10 എന്ന് പറയുന്ന ആ ഒരു റീജിയൻ, അപ്പോൾ അതൊരു ഷാർപ്പ് കട്ടല്ല. അപ്പോൾ കറക്റ്റ് 3 into 10 raised to 7 ആവണം അങ്ങനെ നിർബന്ധമൊന്നുമില്ല. നമ്മളൊരു അപ്രോക്സിമേറ്റ്ലി ഒരു റേഞ്ച് പറയാമെന്ന് മാത്രമേ ഉള്ളൂ. സോ ദിസ് ഈസ് ദ ലീസ്റ്റ് ഫ്രീക്വൻസി റീജിയൻസ് ഓഫ് ദി ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രം. റേഡിയോ ഫ്രീക്വൻസി റീജിയനിലെ ഫസ്റ്റ് പാർട്ട് എന്ന് പറഞ്ഞാൽ ന്യൂക്ലിയർ മാഗ്നറ്റിക് റെസൊണൻസ് ആണ്. സോ വാട്ട് ദീസ് ന്യൂക്ലിയർ മാഗ്നറ്റിക് റെസൊണൻസ് കറസ്പോണ്ട്സ് ടു, അതെന്താണെന്ന് നോക്കാം നമുക്ക്. സോ വി നോ ദ ന്യൂക്ലിയസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ന്യൂട്രോൺസ് ആൻഡ് പ്രോട്ടോൺസ്, വിച്ച് ഈസ് ദീസ് പ്രോട്ടോൺസ് ആർ ഓഫ് ഹാവിങ് എ പോസിറ്റീവ് ചാർജ്. സിൻസ് ഇലക്ട്രോൺസിൻ്റെ കേസിൽ നമ്മൾ പറയാറുണ്ട് ഇലക്ട്രോൺസ് ദ മോഷൻ, ഓർബിറ്റൽ മോഷൻ ആൻഡ് ദ സ്പിൻ മോഷൻ ഓഫ് ഇലക്ട്രോൺ കോൺസ്റ്റിറ്റ്യൂട്ട് ദീസ് കറൻസ് എന്ന് പറയും നമ്മൾ, ചാർജ്ഡ് പാർട്ടിക്കിൾസിൻ്റെ മോഷനാണ്. സോ ആ കറൻസ് ഇറ്റ് ഈസ് അലോങ് ആക്സിസ് ആക്കുമ്പോൾ ദിസ് കണ്ടിന്യൂസ് ഒരു കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്ക് അസോസിയേറ്റഡ് വിത്ത് എ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് മാഗ്നറ്റിക് ഡൈപോൾ എന്ന് പറയാൻ പറ്റും. മാഗ്നറ്റിക് ഡൈപോൾ എന്ന് പറയുന്നത് സപ്പോസ് കറണ്ട് ഈസ് I, ദെൻ മാഗ്നറ്റിക് ഡൈപോൾ മ്യൂ ഈസ് ഈക്വൽ ടു I into A ആണ്. അപ്പോൾ അതുകൊണ്ട് ഇറ്റ് ഈസ് അസോസിയേറ്റഡ് വിത്ത് എ മാഗ്നറ്റിക് ഡൈപോൾ ഓർ ഇറ്റ് ബിഹേവ്സ് ആസ് എ മാഗ്നറ്റ് എന്ന് പറയാൻ പറ്റും. സപ്പോസ് നമ്മൾ അങ്ങനെയുള്ളൊരു പാർട്ടിക്കിളിനെ ഇപ്പോൾ നമ്മളൊരു എക്സ്റ്റേണൽ ഫീൽഡ് മാഗ്നറ്റിക് ഫീൽഡിൽ വെക്കുകയാണെങ്കിൽ ദീസ് ടു ഫീൽഡ്സ്, the field produced by the motion of these charged particle and the field produced by the or field which is we have applied externally, അത് രണ്ടും തമ്മിൽ ഒരു ഇൻട്രാക്ഷൻ നടക്കും. അത് ഇൻട്രാക്ഷൻ നടക്കുമ്പോൾ ഇപ്പോൾ ഒരു ന്യൂക്ലിയസിൻ്റെ കേസിലാണെങ്കിൽ അത് പ്രോട്ടോൺസ് അതിൻ്റെ പോസിറ്റീവ് ചാർജാണ്. അപ്പോൾ പോസിറ്റീവ് ചാർജിൻ്റെ മോഷനെ കൊണ്ട് ഒരു ഡൈപോൾ മൂവ്മെൻറ്റ്, മാഗ്നറ്റിക് ഡൈപോൾ മൂവ്മെൻറ്റ് ഉണ്ടാവും. നമ്മൾ എക്സ്റ്റേണലി ഒരു മാഗ്നറ്റിക് ഫീൽഡ് കൊടുക്കുമ്പോൾ അതിൻ്റെ മാഗ്നറ്റിക് ഫീൽഡും അവിടെ വരാം. അപ്പോൾ ഈ രണ്ട് മാഗ്നറ്റിക് ഫീൽഡ് തമ്മിൽ ഇൻട്രാക്ഷൻ നടക്കുമ്പോൾ ഈ സ്പിന്ന് ഇപ്പോൾ പ്രോട്ടോൺസ് എൻ്റെ സ്പിന്നിൻ്റെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യും. സോ വെൻ പ്രോട്ടോൺസ് ചേഞ്ചസ് സ്പിൻ ഡയറക്ഷൻ മീൻസ് ദ പ്രോട്ടോൺ ഹാസ് ബീൻ ചേഞ്ച്ഡ് ഫ്രം വൺ സ്പിൻ എനർജി ലെവൽ ടു ദ അതർ സ്പിൻ എനർജി ലെവൽ. ഇപ്പോൾ ഒരു എനർജി ലെവലിൽ വേറൊരു എനർജി ലെവലിലേക്ക് ട്രാൻസ്ഫോർമേഷൻ നടക്കുമ്പോൾ നമുക്ക് പറയാൻ പറ്റും കറസ്പോണ്ടിങ് ആയിട്ട് ഒരു എമിഷനോ അല്ലെങ്കിൽ അബ്സോർപ്ഷനോ ഓഫ് റേഡിയേഷനുള്ള ചാൻസ് ഉണ്ട്. ഈ ടൈപ്പിലുള്ള ഒരു ഫിനോമിനയാണ് നമ്മൾ ന്യൂക്ലിയർ മാഗ്നറ്റിക് റെസൊണൻസ് എന്ന് പറയുന്നുണ്ട്. ഇതിൻ്റെ ഫ്രീക്വൻസി റേഞ്ച് വരുന്നത് ഏകദേശം 100 മെഗാഹെർട്സ് ആണ്. 100 മെഗാഹെർട്സ് ആയതുകൊണ്ട് തന്നെ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എനർജി കാൽക്കുലേറ്റ് ചെയ്യാം നമുക്ക്. Hν വെച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്യുമ്പം H is 6.62 into 10 raised to -34 ആണ് പ്ലാങ്ക്സ് കോൺസ്റ്റൻറ്റ്. ദെൻ 100 മെഗാഹെർട്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 100 into 10 raised to 6. സോ ടോട്ടൽ വാല്യൂ എന്ന് പറഞ്ഞാൽ 6.62 into 10 raised to -26 ജൂളാണ്. 1 mole ഓഫ് സബ്സ്റ്റൻസ് ഉണ്ടെങ്കിൽ വി ഹാവ് ടു മൾട്ടിപ്ലൈ ഇറ്റ് വിത്ത് അവഗാഡ്രോ നമ്പർ Nhν. അവഗാഡ്രോ നമ്പർ 6.02 into 10 raised to 23. സോ കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന എനർജി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് 3.99 into 10 raised to -2 joules per mole വരും. നെക്സ്റ്റ് റേഡിയോ ഫ്രീക്വൻസി റീജിയൻ്റെ അതിൻ്റെ ഹയർ എൻഡാണ് ഇലക്ട്രോൺ സ്പിൻ റെസൊണൻസ് വരുന്നത്. സോ ഓൾറെഡി നമ്മൾ പറഞ്ഞു ചാർജ്ഡ് പാർട്ടിക്കിളിൻ്റെ റൊട്ടേഷൻ പ്രൊഡ്യൂസേഴ്സ് എ മാഗ്നറ്റിക് ഡൈപോൾ എന്ന് പറയുന്നത്. ഇഫ് ഇറ്റ് ഈസ് ദ ഇലക്ട്രോൺസിൻ്റെ സ്പിന്നിൻ്റെ ഡയറക്ഷനാണ് നമ്മൾ, അല്ലെങ്കിൽ ഇലക്ട്രോൺസിൻ്റെ സ്പിന്നിങ് മോഷൻ വി ക്യാൻ സേ ദാറ്റ് ഇറ്റ് പ്രൊഡ്യൂസേഴ്സ് എ കറൻറ്റ് ആൻഡ് ദാറ്റ് കറൻറ്റ് കോൺസ്റ്റിറ്റ്യൂട്ട് എ മാഗ്നറ്റിക് ഡൈപോൾ മൂവ്മെൻറ്റ്. ആൻഡ് when an external magnetic field is applied, this magnetic field interacts with the magnetic dipole or magnetic field already
produced by the spinning motion of this electron. So as a result of this, there is a transition of electron spin between energy levels occur, or ഇലക്ട്രോണിൻ്റെ സ്പിന്നിൻ്റെ ഡയറക്ഷനിൽ റിവേഴ്സിൽ വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു എമിഷൻ ഓർ അബ്സോർപ്ഷൻ ഓഫ് എനർജി നടക്കും. സോ ദാറ്റ് കറസ്പോണ്ട്സ് ടു ദ ഇലക്ട്രോൺ സ്പിൻ റെസൊണൻസ് എന്ന് പറയാൻ പറ്റും. അപ്പോൾ അതിന് ഏകദേശം എനർജി വരുന്ന ഫ്രീക്വൻസി വരുന്നത് 10⁻10 Hz ആണ്. അപ്പോൾ അതിൻ്റെ എനർജി വരുന്നത് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നേരത്തെ ചെയ്ത പോലെ തന്നെ ഇറ്റ് ഈസ് hν ആണ്. സോ ഇറ്റ് ഈസ് 6.62 × 10⁻24 ആണ്. 1 മോൾ സബ്സ്റ്റൻസ് എടുക്കുമ്പോൾ ഇറ്റ് ഈസ് അഗെയിൻ 3.99 J/mol എന്നുള്ള വാല്യൂ നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് റീജിയൻ എന്ന് പറയുന്നത് സെക്കൻഡ് റീജിയൻ ഇസ് ദ മൈക്രോവേവ് റീജിയൻ. ഇറ്റ് ഈസ് ദ ഫ്രീക്വൻസി റേഞ്ച് ഈസ് 3 × 10⁻10 to 3 × 10⁻12 Hz ആണ്. വേവ് ലെങ്ത് ഈസ് ഫ്രം 1 cm to 100 micrometer റേഞ്ച് ആണ് വരുന്നത്. ഇറ്റ് ഈസ് ഡീൽസ് വിത്ത് ദ റൊട്ടേഷൻ ഓഫ് മോളിക്യൂൾസ് ആണ്. മൈക്രോവേവ് സ്പെക്ട്രോസ്കോപ്പി ഡീൽസ് വിത്ത് സ്റ്റഡി ഓഫ് റൊട്ടേറ്റീവ് മോളിക്യൂൾസ് ആണ്. ഇതിൻ്റെ ഡീറ്റെയിൽഡ് സ്റ്റഡി നമുക്ക് നെക്സ്റ്റ് ചാപ്റ്ററിൽ വരുന്നുണ്ട്. സോ ഇതിൻ്റെ എനർജി അസോസിയേറ്റഡ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒബ്റ്റെയിൻ ചെയ്യുന്ന വാല്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് അഗെയിൻ ഹൺഡ്രഡ്സ് ഓഫ് ജൂൾസിൻ്റെ ഓർഡറിലാണ് വരുന്നത്, പെർ മോൾ വരും. സോ യൂഷ്വലി ഈ ഒരു മൈക്രോവേവ് റീജിയനിലുള്ള എനർജി അല്ലെങ്കിൽ മൈക്രോവേവ് റേഡിയേഷൻ പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ certain types of molecules only produce this type of radiations. So mainly molecules can be classified into non-polar and polar. Polar dielectrics in example ആണ് വാട്ടർ, ആൽക്കഹോൾ, കാർബൺ ഡൈ ഓക്സൈഡ്, NH3, HCl etc. ഈ പോളാർ മോളിക്യൂൾസിൻ്റെ പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻ ദീസ് ടൈപ്പ് ഓഫ് മോളിക്യൂൾസ് ദ ചാർജ് സെൻറ്റേഴ്സ് do not coincide. That is, positive charge center and negative charge center are different, and so these molecules will have. സോ പോളാർ മോളിക്യൂൾസിന് എപ്പോഴും ഒരു നോൺ സീറോ ഡൈപോൾ മൊമെൻ്റ് ആയിട്ടായിരിക്കും ഉണ്ടായിട്ടുണ്ടാവുക. അപ്പം സപ്പോസ് നമുക്ക് ഈ ഒരു മോളിക്യൂള് suppose this type of a molecule undergoes a pure rotation. So as the molecule rotates, its positive and negative charges change places periodically. So initially plus charge ഇവിടെയും മൈനസ് ചാർജ് ഇവിടെയാണുള്ളത്. അപ്പോൾ പ്ലസ് മൈനസ് ചാർജ് ഇത് ഈ ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് പ്ലസ് ഇങ്ങോട്ട് വന്നു, നെക്സ്റ്റ് ഇൻസ്റ്റൻറ്റിൽ പ്ലസ് റീച്ചസ് ഹിയർ, അടുത്ത ഇൻസ്റ്റൻറ്റിൽ പ്ലസ് റീച്ചസ് ഹിയർ, ആൻഡ് അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ട് മൈനസ് ചാർജും അതിൻ്റെ പ്ലേസസ് കണ്ടിന്യൂസ് ആയിട്ട് ചേഞ്ച് ചെയ്യും. ആൻഡ് ഇതിനെ നമുക്കൊരു സിമിലർ ടു എ ഫ്ലക്ച്വേറ്റിംഗ് ഇലക്ട്രിക് ഫീൽഡായിട്ട് അസ്യൂം ചെയ്യും. സോ വെൻ ദ മോളിക്യൂൾ അണ്ടർഗോസ് റൊട്ടേഷൻ, ദ അസോസിയേറ്റഡ് ഇലക്ട്രിക് ഫീൽഡ് ഓഫ് റേഡിയേഷൻ or we can say that corresponding to that a fluctuating electric field of radiation also occurs. So when this regular fluctuation of this electric dipole moment occurs, it can interact with the coming electromagnetic radiation. And അപ്പോൾ electromagnetic radiation, so when it changes from one rotational state, this is one rotational state, then so when it changes, so ഈ ഒരു ചേഞ്ചിങ് ഇലക്ട്രിക് ഫീൽഡ് ദാറ്റ് ക്യാൻ ഇൻട്രാക്ട് വിത്ത് ദ, അപ്പോൾ ഒരു ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ ഈ ടൈപ്പ് ഒരു മോളിക്യൂൾ വന്നു കഴിഞ്ഞാൽ, ഇപ്പോൾ സപ്പോസ് ഈ ഒരു മോളിക്യൂളിൽ ചെറിയ ഇതുപോലത്തെ ചേഞ്ചസ് അതിൻ്റെ ഡൈപോൾ ചേഞ്ചസ് വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ റൊട്ടേഷൻ നടന്നു കഴിഞ്ഞാൽ, we can say that this coming electromagnetic radiation has interacted with the molecule, and corresponding to that there will be a change in the energy level, and that energy level we call it as the rotational energy level. അപ്പം റൊട്ടേഷണൽ എനർജി ലെവലിന് കറസ്പോണ്ടിങ് ആയിട്ട് ഡിഫറെൻറ്റ് റൊട്ടേഷണൽ എനർജി ലെവൽസ് ഉണ്ടായിരിക്കും. സോ വെൻ ദ മോളിക്യൂൾ ചേഞ്ചസ് ഫ്രം വൺ റൊട്ടേഷണൽ ലെവൽ ടു അനദർ റൊട്ടേഷൻ, സോ കറസ്പോണ്ടിങ് ടു ദാറ്റ് ഒരു പെർട്ടിക്കുലർ എനർജി അബ്സോർബ് ചെയ്യുക അതുപോലെ റിലീസ് ചെയ്യുകയോ ചെയ്യും. സോ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള റീജിയനാണ് നമ്മൾ പറയുന്നത് മൈക്രോവേവ് റീജിയൻ എന്ന് പറയുന്നത്. സോ ഓൾ മോളിക്യൂൾസ് ഹാവിങ് എ പെർമനൻറ്റ് ഡൈപോൾ മൊമെൻറ്റ് ആർ സെറ്റ് ടു ബി മൈക്രോവേവ് ആക്റ്റീവ് എന്ന് പറയാൻ പറ്റും. സോ നോൺ പോളാർ മോളിക്യൂൾസിന് ഒരിക്കലും ഇതുപോലെ ഒരു ഇൻട്രാക്ഷൻ പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയില്ല. കാരണം ബിക്കോസ് റൊട്ടേഷൻ ഓഫ് സച്ച് മോളിക്യൂൾസ് വിൽ നോട്ട് പ്രൊഡ്യൂസ് എനി ടൈപ്പ് ഓഫ് ചേഞ്ച് ഇൻ ഇലക്ട്രിക് ഫീൽഡ്. അപ്പോൾ അത് ഒരു ഇൻട്രാക്ഷൻ പ്രൊഡ്യൂസ് ചെയ്യാത്തത് കൊണ്ട് തന്നെ ഈ മൈക്രോവേവ് സ്പെക്ട്രം നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യാൻ പറ്റില്ല. സോ നെക്സ്റ്റ് ടൈപ്പ് ഓഫ് നെക്സ്റ്റ് റീജിയൻ ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രമാണ് ഇൻഫ്രാറെഡ് റീജിയൻ എന്ന് പറയുന്നത്. ഇൻഫ്രാറെഡ് റീജിയൻ്റെ റേഞ്ച് എന്ന് പറഞ്ഞാൽ 3 × 10⁻12 to 3 × 10⁻14 ആണ്. അതായത് 100 മൈക്രോമീറ്റർ ടു 1 മൈക്രോമീറ്റർ വേവ് ലെങ്ത് ആണ്. സോ ഈ കേസിലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ഡ്യൂ ടു ദ വൈബ്രേഷണൽ മോഷൻ ഓഫ് എ മോളിക്യൂൾ ആണ്. ദ സ്പെക്ട്രം അറൈസസ് ഡ്യൂ ടു എ വൈബ്രേഷണൽ മോളിക്യൂൾ. സോ ഇറ്റ് ഈസ് ആൾസോ നോൺ ആസ് വൈബ്രേഷണൽ സ്പെക്ട്രം എന്നും കൂടെ പറയാറുണ്ട്.
So the frequency associated with it is 3 into 10 raised to 12. So corresponding നമ്മൾ എനർജി കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഇറ്റ് വിൽ ബി ഓഫ് ദി ഓർഡർ ഓഫ് 10 raised to 4 joules per mole ആയിരിക്കും 1 മോളിന് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ. It is also vibrational molecule also give rise to change in dipole moment. There are 3 types of molecular vibration. ഇപ്പോൾ ഒരു മോളിക്യൂള് നമുക്കറിയാം at any temperature higher than the absolute zero the molecules undergoes vibrational motion ആണ്. Vibrational motion, so vibration it is the born in nature of each molecule എന്ന് പറയാൻ പറ്റും. അപ്പോൾ അതിൽ ആ മോളിക്യൂൾസിൻ്റെ വൈബ്രേഷൻ്റെ ആംപ്ലിറ്റ്യൂഡ് ഒക്കെ വെച്ചിട്ട് നമുക്ക് പറയാൻ പറ്റും. ആംപ്ലിറ്റ്യൂഡിൽ വേരിയേഷൻ വരുമ്പോൾ when it undergoes vibration with a small amplitude it will be of having a particular energy. As it changes these vibrational modes we can say that it corresponds to another energy. For that energy it should absorb some electromagnetic radiation. അതിൻ്റെ എനർജി കറസ്പോണ്ടിങ് റിലീസ് ഇപ്പോൾ ഒരു വൈബ്രേഷണൽ മോഡിൽ നിന്ന് വേറൊരു വൈബ്രേഷണൽ മോഡിലേക്ക് ചേഞ്ച് നടത്തണമെങ്കിൽ നമ്മളൊരു പെർട്ടിക്കുലർ എനർജി കൊടുക്കണം. ആ എനർജി എപ്പോഴും ഈ ഒരു റേഞ്ചിൽ, അതായത് ഇൻഫ്രാറെഡ് റേഞ്ചിലായിരിക്കും വരുന്നുണ്ടാവുക. 3 ടൈപ്സ് ഓഫ് വൈബ്രേഷനാണ് നമ്മളൊരു മോളിക്യൂൾസിന് പറയാറുള്ളത് പൊതുവേ. ഫസ്റ്റ് വൺ സിമെട്രിക് സ്ട്രെച്ചിങ് എന്ന് പറഞ്ഞാൽ സപ്പോസ് ഒരു ബോണ്ടിൽ ഒരു മോളിക്യൂള് സിമെട്രിക് സ്ട്രെച്ചിങ് നമ്മൾ പറയുകയാണെങ്കിൽ നമുക്ക് ഇപ്പോൾ ഒരു മോളിക്യൂളിൽ ഈ ഒരു ബോണ്ടിൽ സപ്പോസ് 2 ടൈപ്സ് ഓഫ് വരുന്നുണ്ടെങ്കിൽ സപ്പോസ് ഇറ്റ് അണ്ടർഗോസ് ഈക്വൽ ചേഞ്ചസ്. അപ്പോൾ ഈ ഒരു മോളിക്യൂളാണെങ്കിൽ അപ്പോൾ ഇതിൻ്റെ ബോണ്ട് ലെങ്ത്ത് കൂടുന്നു അതുപോലെ കുറയുന്നു. ദാറ്റ് ഈസ് ആൾട്ടർനേറ്റീവ്ലി സ്ട്രെച്ച്ഡ് ആൻഡ് കംപ്രസ്ഡ് ആണ്. ഇതിൻ്റെ ബോണ്ട് ലെങ്ത്ത് ആൾട്ടർനേറ്റീവായിട്ട് സ്ട്രെച്ച് ചെയ്യുന്നുണ്ട്, കൂടുകയും ചെയ്യുന്നുണ്ട്, കുറയും ചെയ്യുന്നുണ്ട്. അപ്പോൾ കൂടും കുറയും ചെയ്യുന്നതുകൊണ്ട് ഇതിൻ്റെ ഒരു സിമെട്രി ഉള്ളതുകൊണ്ട് ഒരിക്കലും അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരിക്കലും ഒരു ഡൈപോൾ മൊമെൻറ്റ് ചേഞ്ച് പ്രൊഡ്യൂസ് ചെയ്യില്ല. സോ ഡ്യൂറിങ് സിമെട്രിക് സ്ട്രെച്ചിങ് so no dipole moment change occurs, and so such type of vibration is infrared inactive, and this type of a stretching is called symmetric stretching എന്ന് പറയാൻ പറ്റും. അപ്പോൾ ഒരു കാർബൺ ഡയോക്സൈഡ് മോളിക്യൂൾസിൻ്റെ കേസിൽ നോർമൽ സ്റ്റേറ്റ് ആണ് ഈ ഫസ്റ്റ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ സ്ട്രെച്ച്ഡ് കേസിൽ രണ്ട് ബോണ്ട് ഒരേപോലെ ലെങ്ത്ത് കൂടിയിട്ടുണ്ട്. കംപ്രസ്ഡ് സ്റ്റേറ്റിൽ 2 ബോണ്ട് ഒരേ സമയം ലെങ്ത്ത് കുറഞ്ഞിട്ടുണ്ട്. അപ്പം ഈ ഒരു ചേഞ്ച് കൊണ്ട് ഒരിക്കലും ഇതിൽ ഒരു ഡൈപോൾ മൂവ്മെൻറ്റ് ചേഞ്ച് പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല. അതുകൊണ്ട് ഇത് ഇൻഫ്രാറെഡ് ഇനാക്റ്റീവ് ആണ്. then അടുത്തത് അസിമെട്രിക് സ്ട്രെച്ചിങ് വൈബ്രേഷനാണ്. അസിമെട്രിക് സ്ട്രെച്ചിങ്ങിൽ ഇപ്പോൾ ഇവിടെ കാർബൺ ഡൈ ഓക്സൈഡ് മോളിക്യൂൾസിൻ്റെ എക്സാമ്പിൾ എടുത്തു കഴിഞ്ഞാൽ വെൻ വൺ ബോണ്ട് ദിസ് ഈസ് എ നോർമൽ സ്റ്റേറ്റ്, ദെൻ ഈ ബോണ്ട് ലെങ്ത്ത് കൂടിയിട്ടുണ്ട്, ഈ ബോണ്ട് ലെങ്ത്ത് കുറഞ്ഞിട്ടുണ്ട്. സെക്കൻഡ് കേസിൽ അഗൈൻ നോർമലിലേക്ക് വന്നു. ദെൻ ഈ കേസിൽ അതിന് നേരെ റിവേഴ്സ് പ്രോസസ്സ്. ഫസ്റ്റ് ബോണ്ട് ലെങ്ത്ത് കുറഞ്ഞു, സെക്കൻഡ് ബോണ്ട് ലെങ്ത്ത് കൂടിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ദിസ് ടൈപ്പ് ഓഫ് വൈബ്രേഷൻ ഈസ് കോൾഡ് അസിമെട്രിക് ഓർ ആൻറ്റി സിമെട്രിക് സ്ട്രെച്ചിങ് മോഡ് എന്ന് പറയാൻ പറ്റും. ഈ ഒരു വൈബ്രേഷനെ കൊണ്ട് വൈബ്രേഷൻ ഓഫ് ദീസ് ഡൈപോൾ മൂവ്മെൻറ്റ് ഓഫ് ദി മോളിക്യൂൾ ചേഞ്ചസ് കണ്ടിന്യൂസ്ലി എന്ന് പറയാൻ പറ്റും. സോ ബിക്കോസ് ഓഫ് ദീസ് ഡൈപോൾ മൂവ്മെൻറ്റ് ചേഞ്ചസ് കണ്ടിന്യൂസ്ലി ആൻഡ് സോ ഇറ്റ് വിൽ ബി ഇൻഫ്രാറെഡ് ആക്റ്റീവ് ആയിരിക്കും. തേർഡ് വൺ പറയുന്നത് ഇതിൻ്റെ മോളിക്യൂൾ ലീനിയർ മോളിക്യൂൾ ഹൂസ് ബെൻസ് upwards making an angle, then comes to normal state, then come down and bend downwards and again come to normal state. അപ്പോൾ ഇതിൽ കാണിച്ചിരിക്കുന്നത്, അപ്പോൾ ഇതിൽ ഈ ബോണ്ട് ഇനീഷ്യൽ സ്റ്റേറ്റ് ഇതാണ്, അത് ബോണ്ട് ബെൻഡിങ് ആണ് ഇവിടെ വരുന്നത്. അപ്പോൾ അപ്വേർഡ് ഡയറക്ഷനിൽ ഒരു പെർട്ടിക്കുലർ ആംഗിൾ ഉണ്ടാക്കി, ദെൻ അഗെയിൻ ഇറ്റ് കംസ് ടു ദ നോർമൽ സ്റ്റേറ്റ്, ദെൻ ഡൗൺവേർഡ് ഡയറക്ഷനിൽ ഒരു പെർട്ടിക്കുലർ ആംഗിൾ ബോണ്ട് ആംഗിൾ ഉണ്ടാക്കിയിട്ടുണ്ട്, അഗെയിൻ ഇത് നോർമൽ സ്റ്റേറ്റിലേക്ക് വന്നു. സോ ഈ ഒരു മോഷനെ കൊണ്ടും ഈ ഒരു വൈബ്രേഷണൽ മോഷനെ കൊണ്ടും നമുക്ക് എന്തുണ്ട് വൈബ്രേഷൻ ഡൈപോൾ മൂവ്മെൻറ്റിൽ ചേഞ്ച് വരുന്നതുകൊണ്ട് വി ക്യാൻ സേ ദാറ്റ് ഇറ്റ് ഈസ് ആൾസോ ഇൻഫ്രാറെഡ് ആക്റ്റീവ് എന്ന് പറയാൻ പറ്റും നമുക്ക്. അപ്പോൾ ഇതിൽ ഔട്ട് ഓഫ് ദ 3 ടൈപ്സ് ഓഫ് വൈബ്രേഷൻ ദിസ് അസിമെട്രിക് ആൻഡ് ബെൻഡിങ് ടൈപ്പ് ഓഫ് വൈബ്രേഷൻ ഈസ് ഇൻഫ്രാറെഡ് ആക്റ്റീവ് ആൻഡ് ദ ഫസ്റ്റ് വൺ ഇറ്റ് ഈസ് ഇൻഫ്രാറെഡ് ഇനാക്റ്റീവ് എന്ന് പറയാം. ദെൻ നെക്സ്റ്റ് വരുന്നത് വിസിബിൾ ആൻഡ് അൾട്രാവയലറ്റ് റീജിയൻ ആണ്. ഫ്രീക്വൻസി റേഞ്ച് 3 × 10⁻14 to 3 × 10⁻6 ആണ്. വേവ് ലെങ്ത് കംസ് ഫ്രം 1 മൈക്രോമീറ്റർ ടു 10 മൈക്രോമീറ്റർ വേവ് ലെങ്ത് ആണ്. സോ വിസിബിൾ ലൈറ്റ് ഒക്കെ വരുന്ന റേഞ്ച്. ആൻഡ് ഹൗ ദിസ് വിസിബിൾ ലൈറ്റ് ഈസ് പ്രൊഡ്യൂസ് ദാറ്റ് വി ഹാവ് ടു സീ. വെൻ ദ വാലൻസ് ഇലക്ട്രോൺസ് ഓഫ് എൻ ആറ്റം ജംപ് ഫ്രം വൺ എനർജി ലെവൽ ടു അനദർ എനർജി ലെവൽ. സോ നമുക്കൊരു വിസിബിൾ ലൈറ്റ് അല്ലെങ്കിൽ അൾട്രാ വയലറ്റ് ഒക്കെ ഒബ്റ്റെയിൻ ചെയ്യണമെങ്കിൽ അവിടെ നടക്കുന്ന ട്രാൻസിഷൻ,
അല്ലെങ്കിൽ ഒരു ലൈറ്റ് സോഴ്സ് അതിൽ നടക്കുന്ന ഇഫക്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആക്ച്വലി അവിടെ ഇലക്ട്രോൺസിൻ്റെ എനർജി ലെവൽ നമ്മൾ ചേഞ്ച് വരുത്തുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളൊരു ബൾബ് കൊടുത്തു കഴിഞ്ഞാൽ അതിൽ ഇപ്പം ടങ്സ്റ്റൺ ഫിലമെൻ്റ് അല്ലെങ്കിൽ സാധാരണ നമ്മളൊരു ലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഏതൊരു സോഴ്സും അവിടെ ആ സോഴ്സ് ഇപ്പോൾ നമ്മളൊരു കറണ്ട് കൊടുത്തു കഴിഞ്ഞാൽ ആ എനർജി യൂസ് ചെയ്തിട്ട് മോളിക്യൂൾ ജംപ്സ് ഫ്രം വൺ വാലൻസ് ഇലക്ട്രോൺ സ്റ്റേറ്റ് ടു അനദർ വാലൻസ് ഇലക്ട്രോൺ സ്റ്റേറ്റ് ആണ്. അപ്പോൾ അങ്ങനെ ഒരു എനർജി ചേഞ്ച് പ്രൊഡ്യൂസ് ചെയ്യുന്ന കേസിലാണ് നമുക്ക് അൾട്രാ വയലറ്റും വിസിബിൾ റേഡിയേഷനും കിട്ടുന്നത്. സോ ഇറ്റ് ഈസ് നോൺ ആസ് ദ ഇലക്ട്രോണിക് സ്പെക്ട്രോസ്കോപ്പി എന്ന് പറയാറുണ്ട് ഈ ഒരു റീജിയനെ. സോ ദ ഫ്രീക്വൻസി റീജിയൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞാണ്. അത് വരുന്നത് വിസിബിൾ ആയ അൾട്രാ വയലറ്റ് ആണ്. അതിൻ്റെ എനർജി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 10⁵ J/mol ആണ് വരുന്നത്. ദെൻ നെക്സ്റ്റ് വരുന്നത് എക്സ്റേ റീജിയൻ ആണ്. എക്സ്റേ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് 10⁶ Hz to 10⁻18 Hz ആണ്. 10 നാനോമീറ്റർ ടു 100 പൈക്കോമീറ്റർ വേവ് ലെങ്ത് ആണ്. സോ എക്സ്റേസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന റീസൺ എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ വിസിബിൾ ലൈറ്റ് പറഞ്ഞ് നമ്മൾ ഔട്ടർമോസ്റ്റ് ഷെല്ലിലെ ഇലക്ട്രോൺസ് ആണ് അവിടെ, അല്ലെങ്കിൽ വാലൻസ് ഇലക്ട്രോൺസ് ആണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. വാലൻസ് ഇലക്ട്രോൺസ് വൺ എനർജി സ്റ്റേറ്റ് ടു അനദർ സ്റ്റേറ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. ഇത് ഇന്നർമോസ്റ്റ് ഇലക്ട്രോൺസ് ഇതുപോലെ എനർജി സ്റ്റേറ്റ് ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ അവിടെ നടക്കുന്നത് അതിന് കുറച്ചും കൂടെ കൂടുതൽ എനർജി ഉണ്ടെങ്കിൽ ഇന്നർമോസ്റ്റ് ഇലക്ട്രോൺസ് ഇതുപോലെ എനർജി ലെവൽസ് ട്രാൻസിഷൻ നടത്തുകയുള്ളൂ. ആ ഒരു കേസിലാണ് നമുക്ക് ഈ എക്സ്റേസ് ഒബ്റ്റെയിൻ ചെയ്യുന്നത്. സോ എക്സ്റേസിൽ എന്ന് പറയുന്നത് വെൻ എ ഹൈ എനർജി ഇലക്ട്രോൺ കൊളൈഡ്സ് വിത്ത് വൺ ഓഫ് ദ കെ ഷെൽ ഇലക്ട്രോൺസ് ഇൻ എ ടാർഗറ്റ് ആറ്റം, enough energy may be transferred to the K electron, the atom may be ionized. അപ്പോൾ ഇറ്റ് വിൽ ലെഫ്റ്റ് വിത്ത് എ വേക്കൻസി ഇൻ ഇറ്റ്സ് K ഷെൽ ആയിരിക്കും. സോ ദ ആറ്റം ഈസ് മോർ സ്റ്റേബിൾ ഇൻ ഇറ്റ്സ് ലോവർ എനർജി സ്റ്റേറ്റ്. സോ എൻ ഇലക്ട്രോൺ ഫ്രം വൺ ഓഫ് ദ ഹയർ ഷെൽസ് വിൽ ചേഞ്ച് ഇറ്റ്സ് സ്റ്റേറ്റ് ആൻഡ് fill the inner shell vacancy at a lower energy and so emitting a radiation. So due to the transition of the inner shells of electrons, we will for that we need a frequency or a radiation of a particular frequency, and that corresponds to the X-ray frequency. The next one is the gamma ray region. Gamma ray, we know it is due to the in the radioactive process it is produced. The frequency range is from 10⁻18 to 10⁻20 Hz. Wavelength is from 100 picometer to 1 picometer wavelength. So it is because of the nuclear rearrangement in the nuclear particles. Electromagnetic radiations are emitted and these are the gamma rays. So it is of higher energy than X-rays. So its energy is in the process is of the order of 10⁻9 to 10⁻11. It is most dangerous. Then apart from these 6 spectroscopies discussed, there is one more important spectroscopy called Raman spectroscopy also that we have to deal in the coming chapters. So we have gone through a general description of the different regions of the electromagnetic spectrum.